ലോകത്ത് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്നത് ആരായിരിക്കും? അത് മറ്റാരുമല്ല, ടോപ്പ് കമ്പനീസിൻ്റെ CEOs ആയിരിക്കും. എന്നാൽ ഇന്നത്തെ വീഡിയോ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന 5 CEOസും അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നാണ്. എഡ്യൂക്ലാൻറ്റിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിലെ ഒന്നാമത്തെയാൾ ആപ്പിളിൻ്റെ CEO ടീം കുക്കാണ്. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1982 ഒബേൺ സർവകലാശാലയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ സയൻസ് ബിരുദം നേടി. പിന്നീട് 1988 ഡ്യൂക്ക് സർവകലാശാലയിലെ ഫുക്വ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്ന് MBA നേടി. ആപ്പിളിൽ ചേരുന്നതിന് മുമ്പ് കുക്ക് IBM, കോമ്പാക്ട് പോലുള്ള കമ്പനികളിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നു. 1998 ആപ്പിളിൽ ചേർന്ന അദ്ദേഹം 2011 സ്റ്റീവ് ജോബ്സിൻ്റെ പിൻഗാമിയായി CEO ആയി അധികാരമേറ്റു. അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിംഗ് ബിസിനസ് പശ്ചാത്തലം ആപ്പിളിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഇത് കമ്പനിയുടെ ലാഭക്ഷമതയെ ഗണ്യമായി വർദ്ധിപ്പിച്ചു. രണ്ടാമത്തെയാൾ ടെസ്ല, സ്പേസ് തുടങ്ങിയ കമ്പനികളുടെ CEO എലോൺ മസ്ക് ആണ്. എലോൺ മസ്കിന് പെൻസിൽവാനിയ സർവകലാശാലയിൽ നിന്ന് 2 ബാച്ചിലേഴ്സ് ഡിഗ്രികളാണുള്ളത്. ഒന്ന് ഫിസിക്സിലും മറ്റൊന്ന് എക്കണോമിക്സിലുമാണത്. മസ്ക് സ്റ്റാൻഫോർഡിൽ ഒരു PhD പ്രോഗ്രാമിൽ കുറച്ചുകാലം പഠിച്ചിരുന്നു. പക്ഷേ സംരംഭങ്ങളുടെ പുറകെ പോയി അദ്ദേഹത്തിനത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ടെസ്ലയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ, സ്പേസ് ബഹിരാകാശ പര്യവേഷണം, മറ്റു വിപ്ലവകരമായ പദ്ധതികൾ എന്നിവയുമായുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഫിസിക്സിലെയും അതുപോലെ എക്കണോമിക്സിലെയും പഠനം അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു. മൂന്നാമത്തെയാൾ മൈക്രോസോഫ്റ്റിൻ്റെ CEO സത്യ നദല്ല. മാംഗ്ലൂർ സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബാച്ചിലേഴ്സ് ബിരുദം നേടിയ സത്യ നദല്ല വിസ്കോൺസിൻ മിൽവാക്കി സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. പിന്നീട് ഷിക്കാഗോ സർവകലാശാലയിലെ ബൂത്ത് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്ന് MBAയും കരസ്ഥമാക്കി. 2014 CEO ആയതിനു ശേഷം ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലേക്കും AIയിലേക്കും മൈക്രോസോഫ്റ്റിൻ്റെ ശ്രദ്ധ മാറ്റുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. നാലാമത്തെയാൾ ആമസോൺ CEO ആൻഡി ജാസി. ആൻഡി ജാസി ഹാർവർഡ് സർവകലാശാലയിൽ നിന്നാണ് ബിരുദ പഠനം പൂർത്തിയാക്കിയത്. തുടർന്ന് ഹാർവർഡ് ബിസിനസ് സ്കൂളിൽ നിന്ന് MBAയും കരസ്ഥമാക്കി. ആമസോണിൻ്റെ വളരെ ലാഭകരമായ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിഭാഗമായ ആമസോൺ വെബ് സർവീസിൻ്റെ പിന്നിലെ പ്രേരക ശക്തിയായിരുന്നു അദ്ദേഹം. 2021 ആമസോണിൻ്റെ CEO ആയി അദ്ദേഹം ചുമതലയേൽക്കുന്നത്. തൻ്റെ ശക്തമായ ബിസിനസ് മിടുക്കും നേതൃപരിചയവും അദ്ദേഹം മുഴുവൻ കമ്പനിയിലേക്കും കൊണ്ടുവന്നു. അഞ്ചാമത്തെയാൾ സുന്ദർ പിച്ചെ. ഗൂഗിളിൻ്റെ മാതൃ കമ്പനിയായ ആൽഫബറ്റിൻ്റെ CEO ആണ് അദ്ദേഹം. ഗോരഖ്പൂർ IITയിൽ നിന്ന് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയത്. തുടർന്ന് അദ്ദേഹം സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മെറ്റീരിയൽ സയൻസിലും എഞ്ചിനീയറിംഗിലും ബിരുദാനന്തര ബിരുദം നേടി. പിന്നീട് പെൻസിൽവാനിയ സർവകലാശാലയിലെ വാട്ടൺ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്ന് MBAയും കരസ്ഥമാക്കി. പിച്ചെ 2004 ഗൂഗിളിൽ ചേരുന്നത്. 2015 CEO ആയി ചുമതലയേറ്റു. ബിസിനസ് വൈദഗ്ധ്യവും അദ്ദേഹത്തിൻ്റെ സാങ്കേതിക മികവും ഗൂഗിളിൻ്റെ പ്രധാന ഉൽപ്പന്ന വികസനങ്ങളിലൂടെയും നവീകരണത്തിലൂടെയും കടന്നു പോകാൻ വളരെയധികം സഹായിച്ചു. ഈ 5 പേരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 5 പേരുടെയും ബിരുദ കോഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സ് എല്ലാം വ്യത്യസ്തങ്ങളായിരുന്നു. എന്നിട്ടും അവർ ലോകത്തിലെ ഏറ്റവും ശക്തമായ കമ്പനികളുടെ CEOമാരായി മാറി. അതെന്തുകൊണ്ടാണ്? അവരുടെ ടെക്നിക്കൽ നോളജ് കൊണ്ടും അതുപോലെ അവരുടെ ബിസിനസ് സ്കില്ല് കൊണ്ടും മാത്രമാണ് അവർ ഈ പൊസിഷനിലെത്താൻ കാരണം. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിഗ്രി ഏതായിക്കോട്ടെ, നമുക്ക് ടെക്നിക്കൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ബിസിനസ് നമ്മുടെ സ്കില്ലുകളെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.